നമസ്കാരം, ഞാൻ ഡോക്ടർ വി സാം പ്രസാദ്, എയ്ഡ്സ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഇന്ത്യ കേഴ്സിന്റെ കൺട്രി ഡയറക്ടറാണ്. ഇന്ന് നമ്മളിവിടെ കൊച്ചിയിലാണുള്ളത്. ബോൾഗാട്ടി ഗ്രൗണ്ട്സിൽ കപ്പ കൾച്ചർ പ്രോഗ്രാമിന്റെ ഇടയ്ക്കുന്നതാണ് നമ്മുടെ ഈ ഷൂട്ട് പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയ്ഡ്സ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ ഇവിടെയുള്ള സ്റ്റോൾ അല്ലെങ്കിൽ ബൂത്തിലാണ്. നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാം, പല ആർട്ടിഫാക്ട്സ് ഇവിടെ വെച്ചിരിക്കുന്നത് കാണാം. ഇങ്ങോട്ട് നോക്കിയാൽ ഒരു 10-12 അടി പൊക്കമുള്ള ഒരു കോണ്ടം ഇരിക്കുന്നത് കാണാം. ഒരു കോണ്ടം ബൂത്താണിത്. കോണ്ടം ബൂത്തിനകത്ത് നമ്മൾ കോണ്ടംസ് വെച്ചിട്ടുണ്ട്. കോണ്ടംസ് ഇങ്ങനെ ഇവിടെ കൊടുക്കാനായിട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മളിവിടെ കപ്പ കൾച്ചറിൽ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്രോഗ്രാം തന്നെ പല കൾച്ചറുകളുടെ ഒരു അമാൽഗമേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സംഗമമാണ്. ആ സംഗമത്തിനകത്ത് HIV അല്ലെങ്കിൽ ആ ഫീൽഡിൽ HIV AIDS ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളും വന്നിരിക്കുന്നത് പുതിയൊരു കൾച്ചർ ഫോം ചെയ്യാനാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് പറയുന്നത് ഇന്ത്യയിൽ ഒരുപാട് HIV കേസസ്, STI കേസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ കേസസ് റൈസ് അതിന്റെ നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളം വർഷങ്ങളായിട്ട് HIV മാപ്പിൽ ഇല്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലൊക്കെ HIV ബാധിക്കപ്പെട്ട ആൾക്കാരുടെ എണ്ണം കൂടുതലായിട്ട് കണ്ടുവരുന്നു. ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഇത് കണ്ടുവരുന്നത് അല്ലെങ്കിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇന്ന് ഇവിടെ കൾച്ചർ ഈ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഇവിടെ 10,000-ഓളം ആൾക്കാർ, നിങ്ങൾ വൈകുന്നേരം ഇവിടെ വന്നാൽ കാണാം, 10,000-ഓളം യുവാക്കളും യുവതികളുമാണ് ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് പോകുന്നത്. ഇതൊരു മ്യൂസിക്കൽ ഫെസ്റ്റിവലാണ്. അതേസമയം അവരുടെ ഇടയിലേക്ക് നമ്മൾ ഈ HIV തടുക്കുന്ന അല്ലെങ്കിൽ STI തടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊട്ടക്ഷനോട് കൂടി എങ്ങനെ നമ്മൾ സെക്സിനെ ബാൻ ചെയ്യുന്നില്ല, പക്ഷെ അതേസമയം സേഫർ സെക്സ് എന്ന് പറയുന്ന ലോഗോ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ ലോഗോ വഴി ഈ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫ്രീ കോണ്ടം സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫ്രീ കോണ്ടം സ്റ്റോർ hf@gmail.com അല്ലെങ്കിൽ ആ 1800102810 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തു നിന്നും ഏത് ഗ്രാമത്തിലാണെങ്കിൽ പോലും നമുക്ക് ഇത് ഒരു ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഒരു ആമസോൺ പാക്കറ്റ് പോലെ ഒരു ഡെലിവറി ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ആരും നിങ്ങളുടെ പുറകെ വന്ന് അഡ്രസ്സ് ചോദിക്കുന്നില്ല, ഫോട്ടോ ചോദിക്കില്ല, ആധാർ കാർഡ് ചോദിക്കുന്നില്ല. എന്നാൽ എല്ലായിടത്തും ഇന്ത്യയിലുടനീളം ഗ്രാമങ്ങളിൽ പോലും ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്യമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിനായിട്ട് ലവ് കോണ്ടംസ് എന്ന് പറഞ്ഞ് നമ്മുടെ തന്നെ ഒരു ബ്രാൻഡിങ്ങിൽ ഞങ്ങൾ കോണ്ടംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോണ്ടംസ് ഫ്രീ ആണ്, എക്സ്ട്രാ ലൂബ്രിക്കേറ്റഡ് ആണ്, ലോങ് ലൈഫ് ഉള്ളതാണ്. 3 വർഷത്തോളം എക്സ്പയറി ഉള്ള കോണ്ടംസ് നമ്മളിവിടെ വിതരണം ചെയ്തു വരുന്നു. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കോണ്ടം ഇമോജി, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ടെക്സ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എഗ് പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ കത്തിരിക്ക ആണ് നമ്മളെ ഒരു മെയിൽ പീനിസ് ആയിട്ട് അല്ലെങ്കിൽ മെയിൽ സെക്ഷൽ ഓർഗൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതേസമയം ഞങ്ങൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ വളരെ ക്രിയാത്മകമായിട്ട് അതിന്റെ മേളിൽ ഒരു കോണ്ടം ആവരണം ചെയ്തുകൊണ്ട് ഹാവ് സെക്സ് ബട്ട് ഹാവ് ഫ്രീ സെക്സ് ആൻഡ് സേഫ് സെക്സ് എന്നുള്ള രീതിയിൽ കോണ്ടംസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതിയ ഇമോജിയാണ്. ഗൂഗിളിന്റെ ഇമോജി ലിസ്റ്റിലേക്ക് ഇതിനെ വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇതും സേഫർ സെക്സിനെ കുറിച്ചുള്ള ഒരു വലിയ മെസ്സേജ് ആയിട്ട് യൂത്തിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പടർന്നു പരത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് ഈ ഒരു വ്യത്യസ്തമായ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു മാനിക്വിനെ വേഷം കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കുറച്ചുകൂടെ ക്ലോസർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഓരോന്നും ഡ്രൈ കോണ്ടംസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം കോണ്ടംസ് ആണ്, ഓരോ പീസസ് ഓഫ് കോണ്ടംസ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോണ്ടം സ്റ്റിഗ്മ അല്ലെങ്കിൽ കോണ്ടത്തിനോടുള്ള ഒരു അവേർഷൻ അല്ലെങ്കിൽ ഈ കോണ്ടം ഇപ്പോഴും ഒരു വലിയ ടബു ആണെന്ന് അല്ലെങ്കിൽ അങ്ങനെ വേണ്ടാത്തൊരു സാധനമാണ്, സംസാരിക്കാൻ പാടില്ല ഇതിനെക്കുറിച്ചെന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അവിടുന്ന് മാറിയിട്ട് കോളേജ് ലെവലിൽ അല്ലെങ്കിൽ യൂത്തിന്റെ ലെവലിൽ കോളേജ് ലെവലിൽ ഒരു കോമ്പറ്റീഷനായിട്ട് നമ്മൾ സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. 10 കോളേജുകളിലോളം കൊച്ചിയിലുള്ള കോളേജുകളിലെ നമ്മൾ സമീപിച്ചിട്ട് അവർക്ക് 3800 കോണ്ടംസ് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടൊരു ഫാഷൻ അപ്പാരൽ അല്ലെങ്കിൽ ഫാഷൻ ഡ്രസ്സ് ചെയ്യിക്കാനായിട്ട് പറയുകയും ആ ഫാഷൻ കോമ്പറ്റീഷനകത്ത് വരുന്ന 1, 2, 3 സ്ഥാനങ്ങളിലും പിന്നെ കോൺസലേഷൻ പ്രൈസ് ആയിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റും പ്രൈസും കൊടുക്കുകയും ചെയ്തു. കൂടാതെ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി കോളേജുകളിലും അങ്ങനെയുള്ള യൂത്ത് ക്ലബ്സിലും ഒക്കെ ഒരു ചർച്ചാ വിഷയമായി മാറുകയും അങ്ങനെ ഒരു സെൻസിറ്റൈസേഷൻ നമ്മൾ ഉദ്ദേശിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ കോണ്ടം മാനിക്വിൻസ് എല്ലാം നമ്മൾ രാജേന്ദ്ര മൈതാനത്ത്, കൊച്ചിയിലെ രാജേന്ദ്ര മൈതാനത്ത് പബ്ലിക്കിനായിട്ട് ഡിസ്പ്ലേ ചെയ്തു. അവിടെ വരുന്ന ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു രീതിയിൽ, അതായത് ഇത് കോണ്ടമാണ്, ഇത് ഇത്രയേ ഉള്ളൂ,
നമുക്കൊരു മെഡിക്കൽ ടൂളായിട്ട് യൂസ് ചെയ്യാം ടു പ്രിവെന്റ് HIV, STI ആൻഡ് അതർ ഇൻഫെക്ഷൻസ്. അങ്ങനെ ആ രീതിയിൽ കോണ്ടത്തിനെ ജനകീയവൽക്കരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. ഞങ്ങളൊരു കോണ്ടം മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് ടൈപ്പ് ഇല്ല. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ HIV സംഘടനയാണ്. എല്ലാ സർവീസസും ഫ്രീ ആണ്, ഇൻക്ലൂഡിങ് കോണ്ടംസ്, ഇൻക്ലൂഡിങ് HIV മെഡിക്കേഷൻ, ഇൻക്ലൂഡിങ് CBS അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ടെസ്റ്റിംഗ്. ഇതെല്ലാം ഫ്രീ ആണ്. ഇന്ത്യയിൽ ഉടനീളമായിട്ട് 9 സംസ്ഥാനങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. 3000-ൽ പരം ആൾക്കാർക്ക് നമ്മൾ മരുന്ന് കൊടുത്തു വരുന്നു. ഫ്രീ ആയിട്ടുള്ള ലൈഫ് ലോങ് HIV ട്രീറ്റ്മെന്റും കൊടുത്തു വരുന്നു. അങ്ങനെ പലവിധമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മളിവിടെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കൂടെ ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ബ്രിജ് മോഹൻ ഭണ്ഡാരി, പ്രിൻസ് മാനവേന്ദ്ര സിംഗ് ഗോഹിൽ, ഇദ്ദേഹം ഒരു യുവരാജാണ്. നമ്മുടെ രാജ്പിപ്ല എന്ന് പറയുന്ന പഴയ ഏർസ്റ്റ്വൈൽ കിങ്ഡം അവിടുത്തെ ഒരു യുവരാജാണ്. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആണ്. എലിസബത്ത് മൈക്കിൾ ഓപ്പറേഷൻസ് ഹെഡ് ആണ്. വിമൽ നമ്മുടെ ഒരു ടീം മെമ്പർ പ്ലസ് കൗൺസിലർ പ്ലസ് RTP ടീമിന്റെ ആളാണ്. നസാറിയസ് അല്ലെങ്കിൽ നജു എന്ന് പറയുന്ന ആള് നമ്മുടെ ടീം മെമ്പർ ആണ്, അസിസ്റ്റന്റ് ആണ്, ഒഫീഷ്യൽ അസിസ്റ്റന്റ് ആണ്. അങ്ങനെ പലവിധമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ യങ് ക്രൗഡ് ഇവിടെ വന്ന് ഡാൻസിൽ അല്ലെങ്കിൽ മ്യൂസിക്കിൽ ആറാടിക്കുമ്പോൾ ഞങ്ങൾ ഒരു കോണ്ടം മാനിനെയൊക്കെ, ഒരു കോണ്ടം വാക്കിംഗ് കോണ്ടത്തിനെ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇവിടെ. അതുവഴി നമ്മൾ കൂടുതൽ സെൻസിറ്റൈസ് ചെയ്യും. ആ സമയത്ത് നമ്മൾ HIV, STI തടുക്കാനായിട്ടുള്ള കോണ്ടംസ് അല്ലെങ്കിൽ നമ്മുടെ ലവ് കോണ്ടംസ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അങ്ങനെ വളരെ അർത്ഥവത്തായ ഒരു എന്താ പറയണ്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കേരളത്തിലുള്ള HIV തടുക്കുന്നതിലേക്കായിട്ട് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും മിനിസ്ട്രിയും ചേർന്ന് 1-0 എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതിൽ ഭാഗഭാക്കാക്കുകയും സർക്കാരിന്റെ എല്ലാ ജോലികളെയും കോംപ്ലിമെന്റ് ചെയ്യുക. അവരുമായിട്ടൊരു കോമ്പറ്റീഷൻ ഇല്ല നമുക്ക്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ എല്ലാ എന്താ പറയണ്ട പരിശ്രമങ്ങളെയും നമ്മൾ സാധൂകരിക്കാനായിട്ട് ഞങ്ങളും കൂടെ കോംപ്ലിമെന്ററി ഒരു എഫേർട്ട് ഇടാനായിട്ട് കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. കപ്പ കൾച്ചർ ഇനിയുള്ള വർഷങ്ങളിൽ എല്ലാം ഞങ്ങളുണ്ടാവും, നിറസാന്നിധ്യങ്ങൾ ഞങ്ങളുണ്ടാവും. കേരളത്തിൽ നിന്ന് HIV തുടച്ചു മാറ്റാനായിട്ടുള്ള ഞങ്ങളുടെ ശ്രമത്തിൽ നിങ്ങളും പങ്കുചേരുക. പ്ലീസ് ഷെയർ, ലൈക്ക്, ഫോളോ ആൻഡ് കമന്റ്. താങ്ക് യു വെരി മച്ച്.